പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു. വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. പാപ്പാന് കുത്തേറ്റു. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. നിഖിൽ, എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ എന്താണ് നിഖിൽ? നേർച്ചയ്ക്ക് വേണ്ടി എത്തിച്ച ആനയാണ് ഇടഞ്ഞത്. വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. ഈ ആനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പാപ്പാനാണ് കുത്തേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇയാളുടെ പരിക്ക് വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ്, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 10:55 ഈ ആന ഇടയുന്ന സാഹചര്യം ഉണ്ടായത്. കൂറ്റനാട് നേർച്ചയിലെ വട്ടപ്പറമ്പൻസ് എന്ന ടീമിന്റെ ആനയാണ് ഇടഞ്ഞത്. ഒരുപാട് ആനകൾ ഈ കൂറ്റനാട് നേർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അതിൽ വട്ടപ്പറമ്പൻസ് എന്ന ടീം ഇറക്കിയ ആനയായിരുന്നു ഈ വള്ളംകുളം നാരായണൻകുട്ടി എന്ന് പറയുന്ന ആ ആനയാണ് ഇപ്പോൾ ഇടയുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ നാശനഷ്ടവും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഇടഞ്ഞ ആന ഈ ജംഗ്ഷനിലേക്ക് ഇറങ്ങിയതിനെ തുടർന്ന് അവിടെ വെച്ചാണ് ഈ പാപ്പാനെ എത്ര ക്രൂരമായി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പാപ്പാന്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ ആന മാറിയ ഉടനെ തന്നെ പാപ്പാനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പാപ്പാന്റെ നില അതീവ ഗുരുതരം എന്നുള്ള വിവരമാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്നത്. മറ്റാർക്കെങ്കിലും പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ നിരവധി വാഹനങ്ങളും മറ്റും ഈ ആന തകർത്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഈ വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആന ഈ ചടങ്ങ് പുരോഗമിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇതിനെ ഈ ആന ഇടയുകയായിരുന്നു. പൊടുന്നനെ പാപ്പാനെയും ആനയെ ഇപ്പോൾ ശാന്തനാക്കാൻ കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്നത്. അതൊരു ആശ്വാസകരമായിട്ടുള്ള വിവരം കൂടിയാണ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഈ പാപ്പാന്റെ നില എപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൂറ്റനാട് നിന്ന് ലഭ്യമാകുന്ന വിവരം. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.